എഴുന്നേക്കാൻ നീ ശ്രമിച്ചാലും തളർത്തിയിടും ഞാൻ. 1000 വട്ടം ശ്രമിച്ച 1000 വട്ടം തളർത്തും. ഒരു അബ്ദുൾ ഖാദർ ഡോക്ടർ വന്നിരിക്കുന്നു സുസ്മിതയെ തോൽപ്പിക്കാൻ. അവസാനം എന്ത് സംഭവിക്കാനാ? സുസ്മിത വിചാരിച്ചതുപോലെ തന്നെ. ഡോക്ടർ പിണങ്ങി പോവാണോ? ഏയ്, ഒരിക്കലുമല്ല സത്യമേ. ഇനി ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോ പ്രീതിയെ ഭേദപ്പെടുത്താൻ കഴിയില്ലെന്നാണോ പറയുന്നത്? അങ്ങനെയല്ല. പ്രീതിയുടെ മനസ്സിനെ ബോധമണ്ഡലത്തിലേക്ക് പിടിച്ചു വലിച്ച് അത് ശരീരവുമായി കൂട്ടിയിണക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചത്. ഒരു തൊട്ടിയിൽ വെള്ളം കോരി മുകളിൽ എത്തിച്ചിട്ട് കപ്പയും കയറും കൈവിട്ടു പോയുള്ള അവസ്ഥയില്ലേ, അതുപോലെ തന്നെ. ഡോക്ടർ, സുസ്മിതയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതിൽ എനിക്ക് ഖേദമുണ്ട്. അവളെ തല്ലേണ്ടി വന്നതിൽ എനിക്കൊരു തരിമ്പ് പോലും ഖേദമില്ല സത്യമേ. ഡോക്ടർ, ഒന്നുകൂടെ ശ്രമിച്ചാൽ കാര്യമില്ല. ഇപ്പോ നമ്മളുണ്ടാക്കിയ പുരോഗതിയെല്ലാം നഷ്ടപ്പെടുക മാത്രമല്ല, ഇരുട്ടിന്റെ കയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് വീണു കഴിഞ്ഞു പ്രീതിയുടെ മനസ്സ്. ഞാൻ ഇറങ്ങുന്നു. നമുക്ക് തീർച്ചയായും വീണ്ടും കാണാം. അല്ല ഡോക്ടർ, കൊള്ളാം നിന്റെ ഈ കിടപ്പ്. ഒന്നും അറിയണ്ടല്ലോ. പക്ഷെ നിന്റെ ഈ കണ്ണു തുറന്നുള്ള കിടപ്പ് എത്ര നാളുണ്ടെന്ന് കണ്ടറിയാം. കേട്ടോടി. എന്താ ജോത്സരെ? ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. എന്നുവെച്ചാ ചില ജാതകങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരില്ല രാഘവൻ നായരെ. വിവാഹപ്പൊരുത്തമാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഉദാഹരണം. ദേവഗണം, അസുരഗണം, മനുഷ്യഗണം എന്നിങ്ങനെ പല ജാതി സ്വഭാവങ്ങളുള്ള നക്ഷത്രങ്ങളുണ്ട്. ഇവിടെ അമ്മയുടെയും കുഞ്ഞിന്റെയും ജാതകങ്ങൾ തമ്മിലാണ് ചേരാത്തത്.
രണ്ടും പരസ്പരം ശത്രുതാ മനോഭാവത്തിലാണ് നിൽക്കുന്നത്. ഒന്നിന്റെ നാശം കണ്ടേ മറ്റേതടങ്ങും. ചില നക്ഷത്രക്കാരെ പറ്റി നമ്മൾ പറയാറില്ലേ, അവര് നോക്കുന്നിടം മുടിയുമെന്ന്. അത്രയ്ക്ക് ശത്രുതയിലാണ് ഇരു ജാതകങ്ങളും. പ്രബലമായത് കുഞ്ഞിന്റെ നക്ഷത്രമായതിനാൽ അതിനെ മേൽക്കൈ കിട്ടൂ. കംസന് ശ്രീകൃഷ്ണൻ എന്ന പോലെയാണ് പ്രീതിക്ക് കുഞ്ഞ്. കുഞ്ഞ് അമ്മയ്ക്ക് ആപത്താണ്. ഓരോ നിമിഷം കഴിയും തോറും അതിന്റെ ആഴം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജോത്സരെ ജോത്സര് പറയണം. പ്രതിവിധി ഒന്നേ ഉള്ളൂ. കുഞ്ഞിനെ ഉപേക്ഷിക്കുക. ജോത്സരെ അല്ല, ജോത്സൻ എന്താ ഈ പറഞ്ഞേ? പ്രതിവിധി ദുഷ്കരമാകുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ജോത്സർ എന്തൊക്കെയാ പറയുന്നേ? ഈ പിഞ്ചു കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയാനോ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏത് ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു പ്രതിവിധിയും പോം വഴിയും? ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വിഷ്ണു മനസ്സിലാക്കിയ അർത്ഥത്തിലല്ല. ഉപേക്ഷ ശാരീരികം മാത്രമല്ല, മാനസികമായും കർമ്മബന്ധങ്ങൾ അറുത്തും ഉപേക്ഷയാവാം. ജോത്സരെ എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയൂ. കുഞ്ഞിനെ ദത്തു കൊടുക്കുക. കുഞ്ഞും മാതാവുമായുള്ള കർമ്മബന്ധങ്ങൾ ജ്യോതിഷവിധി പ്രകാരം അവസാനിപ്പിക്കുക മാത്രമേ ഉള്ളൂ പോംവഴി. പ്രീതിയുടെ നക്ഷത്രം കുഞ്ഞിന്റെ മാതൃസ്ഥാനത്ത് വരുമ്പോ അപ്പോൾ മാത്രമേ ശത്രുതാ മനോഭാവമുള്ളൂ. കുഞ്ഞിന്റെ അമ്മ മറ്റൊരു നക്ഷത്രക്കാരി ആയാൽ പ്രീതിക്കുള്ള ദോഷം പൂർണ്ണമായും മാറും. ജാതകവിധി പ്രകാരം ഇതിനെ ഗോത്രം മാറൽ എന്നൊക്കെ പറയും. എന്താ, തയ്യാറുണ്ടോ? ഇതല്ലാതെ മറ്റൊരു പോം വഴിയില്ലേ? ഈ വിഷ്ണുട്ടൻ ഇതെന്താ? ഇതല്ലാതെ മറ്റെന്തെങ്കിലും പോംവഴി ഉണ്ടെങ്കിൽ ജോത്സൻ അത് പറയില്ലേ? നീ വെറുതെ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. വിഷ്ണു, ആ കുട്ടി പറഞ്ഞതാ ശരി. ഇതല്ലാതെ മറ്റൊരു പോംവഴിയില്ല. എത്രയും വേഗം ദത്ത് നൽകുന്നോ പ്രീതിക്ക് അത്രയും നന്ന്. നമുക്കിപ്പോ പ്രീതിയോട് സമ്മതം ചോദിക്കാൻ വയ്യല്ലോ. ഇനി കുഞ്ഞിന്റെ അച്ഛന്റെ സമ്മതമാ വേണ്ടത്. എന്റെ കാര്യം ദേ, സത്യഭാമ വാക്ക് പാലിച്ചിരിക്കും. കുഞ്ഞിനെ ദത്ത് നൽകുക തന്നെ ഞാൻ ചെയ്യും. അമ്മയ്ക്ക് ഈ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ഡാ, ജ്യോതിഷ വിധി പ്രകാരം നാളെ തന്നെ ചടങ്ങുകൾ നടക്കും. ജോത്സരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീപാർവതിയെ ദത്തെടുക്കുന്ന ആരാന്നറിയണ്ടേ നിങ്ങൾക്ക്? സത്യഭാമ എന്ന ഞാൻ
ഭാമേ നീ അതെ രാഘവേട്ട, ജ്യോതിഷ വിധിപ്രകാരമുള്ള പരിഹാരമാവും. നമ്മുടെ പാർക്കുട്ടി നമ്മുടെ വീട് വിട്ടു പോവുകയില്ല. രാഘവേട്ടനെ ഒരു വട്ടം കൂടി അച്ഛനാവാൻ ഒരുങ്ങിക്കും. അതിനെന്താ, സന്തോഷം മാത്രമേ ഉള്ളൂ. ഓ, അർജുൻ, എന്താ നിനക്ക് സമ്മതം തന്നെയല്ലേ നിന്റെ മോളെ എനിക്ക് ദത്ത് നൽകാൻ? സത്യമേ, ഞാൻ വിഷ്ണു, നിന്റെ പ്രശ്നം മാറിയില്ലേ? അല്ല ഭാമാൻഡി, അതെങ്ങനെ ശരിയാവും? അല്ല, കുഞ്ഞിന്റെ ഗോത്രനാമം മാറണം എന്നല്ലേ ജ്യോത്സ്യം പറഞ്ഞത്? ഭാമാൻഡി ദത്തെടുത്താൽ എങ്ങനെ ഗോത്രം മാറും? അല്ല, എന്റെ ഒരു സംശയാണേ. കുഞ്ഞിന്റെ അമ്മയുടെ നക്ഷത്രം മാറണമെന്നേ ജ്യോത്സ്യം പറഞ്ഞുള്ളൂ. പ്രീതിയുടെ നക്ഷത്രം അല്ല ഭാമയുടേത്. പ്രീതിക്ക് പകരം ഭാമ കുഞ്ഞിന്റെ മാതൃസ്ഥാനത്ത് വന്ന കുഞ്ഞിന്റെ നക്ഷത്രം കൊണ്ട് പ്രീതിക്കുള്ള ദോഷമൊക്കെ അങ്ങ് മാറും. ഗോത്രനാമം എന്നുള്ളതേ ഈ ജ്യോതിഷ പ്രകാരമുള്ള ഒരു വാക്ക് മാത്രമാണ്. ഈ വിളി ചുമ്മ എന്താണ് വിളി പറയുന്നേ? ചുമ്മ അല്ല, എന്റെ സംശയം കൂടി ഒന്ന് തീർക്കണമല്ലോ. ഓ ഓ ഓ സംശയം. ഭാമാൻഡി അറിയാതെ എങ്ങനെയാ ശരിയാവാ? എന്തെങ്കിലും സംഭവിച്ചാലും ആന്റിയുടെ സ്വന്തം മോളല്ലേ അത്. ആരാ സമാധാനം പറയാ? ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് പ്രീതിക്ക് ശരിയായ പരിചരണവും ചികിത്സയും കിട്ടുന്നുണ്ട്. അല്ലെങ്കിലോ ഈ കാര്യം എങ്ങനെ ഭാമാൻഡിയോട് പറയുമെന്നറിയാതെ വീർപ്പ് മുട്ടായിരുന്നു ഞാൻ. അപ്പോഴാ ബസ്മതി ആന്റി ഒരു തുണയായത്. വെച്ചിട്ട് പൊടി ചൂടെ. അപ്പൊ ശരി ആന്റി, നാളെ ദത്തെടുക്കൽ ചടങ്ങിന് വരുമ്പോ നേരിട്ട് കാണാം. എന്താ നീ പറഞ്ഞേ? ഹലോ, എന്താ അമ്മേ? അവളെന്തോ പറഞ്ഞു? ദത്തെടുക്കൽ ചടങ്ങെന്നോ മറ്റോ? ദത്തെടുക്കലോ? എവിടെ? അതല്ലേടി മനസ്സിലായില്ല എന്ന് പറഞ്ഞത്. എന്നാ തിരിച്ചു വിളിച്ചു നോക്ക്. അതിനല്ലേ പോകുന്നത്. ഒന്ന് നീറട്ടെ, ഞാൻ ചൂലല്ലേ. റിങ് ചെയ്യുന്നുണ്ട്, അവൾ എടുക്കുന്നില്ലല്ലോ. അമ്മ എന്നോട് പറയുന്നത് പോലത്തെ വഷളത്തരം എല്ലാവരോടും പറയുന്നത് കൊണ്ടാ. പിന്നെ അവളെ ഞാൻ പൂവിട്ട് തൊഴാടി. എന്താ ആന്റി, പൂവിട്ട് തൊഴാൻ വേണ്ടി വിളിച്ചതാണോ? അല്ല, അത് പിന്നെ നീ ആരെടുത്തെടുക്കുന്ന കാര്യം പറഞ്ഞേ? അയ്യോ, ആന്റിയോടൊപ്പം ആരും പറഞ്ഞില്ലേ? ആ, എന്നാ പിന്നെ ഞാനും പറയുന്നില്ല കേട്ടോ. നീ കാര്യം പറയടി. അർജുനേട്ടന്റെയും പ്രീതിയുടെയും കുഞ്ഞ് ശ്രീപാർവതിയെ ദത്ത് നൽകുന്ന കാര്യം ആന്റിയോട് ആരും പറഞ്ഞില്ലേ? കുഞ്ഞിനെ ദത്ത് നൽകുന്നോ? ആർക്ക് കൊടുക്കുന്നു? ആ, അതൊന്നും എനിക്കറിയില്ല. കുഞ്ഞിന്റെ ജന്മദോഷം കാരണമാണല്ലോ പ്രീതിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ആര് പറഞ്ഞടി? ആ, അല്ല, അങ്ങനെയാണല്ലോ എല്ലാവരുടെയും വിശ്വാസം. അപ്പൊ ആ അപശകുനത്തിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാനാ തീരുമാനം. അപശകുനൊന്നോ? ആ, അല്ല, അങ്ങനെയാ ഇവിടെ എല്ലാരും ഇപ്പൊ അതിനെ കാണുന്നേ. നേരെ ചൊവ്വെ നോക്കാൻ പോലും ആരുമില്ല. ഹോ, ഉയിര് കിടക്കുന്ന തന്നെ ഭാഗ്യം. അർജുനെ സംബന്ധിച്ചോ മോളെ കൊടുക്കാൻ? ആ, അർജുനേട്ടനെ അവര് നന്നായി ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് ആന്റി. പ്രീതിയോടുള്ള സ്നേഹം കൊണ്ട് തലയ്ക്ക് മത്ത് പിടിച്ചതുകൊണ്ട് അർജുനേട്ടനെ എല്ലാം സമ്മതിച്ചു കൊടുത്തു. കുഞ്ഞ് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അർജുനേട്ടൻ തിരിഞ്ഞു നോക്കാറില്ല. ആ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ.
അതിനെ ജീവനോടെ കാണാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോന്നു. ഭിക്ഷാടന മാഫിയോ അവയവദാനക്കാരോ ഒക്കെ ദത്തെടുത്താ കുഞ്ഞിന്റെ കാര്യം പിന്നെ പോക്കാണേ. ആ പിന്നെ വേറൊരു പരിപാടിയുണ്ട് ആന്റി, ഒട്ടകപ്പന്തയം. ഗൾഫിൽ കോടികളുടെ വാതുവെപ്പ് നടക്കുന്ന ഒട്ടകങ്ങളുടെ ഓട്ടമത്സര. ഈ ഒട്ടകങ്ങളെ ഓടിക്കാൻ ഈ സ്പീഡിൽ ഓടി ഒന്നാമതെത്താനേ നിലവിളിക്കുന്ന കൈക്കുഞ്ഞുങ്ങളെ അതിന്റെ പുറത്ത് വെച്ച് കെട്ടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഒട്ടകങ്ങൾ ഓടിയെത്തുമ്പോഴേ അതിന്റെ മുതുകിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവും. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? ആ അല്ല, അങ്ങനെ സംഭവിക്കാമെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. എപ്പോഴാ ദത്തെടുക്കൽ ചടങ്ങ്? ഉടനെ തന്നെ ഉണ്ട് ആന്റി. ആ ആന്റി വരില്ലേ? വരണം, ആന്റിക്ക് എല്ലാം കാണാലോ. എന്നാ ഞാൻ വെച്ചേക്കുവാ. ഞാൻ ആന്റിയോടൊന്നും പറഞ്ഞിട്ടുമില്ല, ആന്റി ഒന്നും കേട്ടിട്ടുമില്ല. എന്താ അമ്മേ? നീ ഇതിന്റെ കാശ് കൊടുത്തിട്ട് വാ. അത്രയ്ക്കായോടി നീ? അതേടി, ഒന്ന് നിർത്തുന്നുണ്ടോ? പോരടിക്കുന്നതും പരസ്പരം വലിച്ചു കീറാൻ ഒരുങ്ങുന്നതും ഈ കുഞ്ഞിന്റെ പേരിലാണെങ്കിൽ എനിക്കും ചിലത് പറയാനുള്ള അവകാശമുണ്ട്. സത്യാമ്മയുടെ അത്രയും പണവും പ്രൗഢിയൊന്നും എനിക്കില്ല. വസുമതിയുടെ അത്രയും കുടുംബ മഹിമയോ അലിവോ ഇല്ല. സമ്പാദ്യമായുള്ളത് ഹൃദയത്തിൽ അല്പം കനിവും കരുണയും മാത്രമാ. പക്ഷെ അർജുന്റെയും പ്രീതിയുടെയും കുഞ്ഞിനെ ദത്തെടുക്കണമെങ്കിൽ അതിന് അവകാശമുള്ളത് ഒരാൾക്ക് മാത്രമാ. അത് ഈ എനിക്ക്. അർജുന്റെ കയ്യില് ഇപ്പൊ ഒരു കുഞ്ഞായിരിക്കുന്നത്. അവളെ എനിക്ക് വിട്ടു തരണോന്ന് ഞാൻ പറഞ്ഞ വിട്ടു തരാതിരിക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? ഭയങ്കര പൊടി. പിള്ളച്ചേട്ട അവിടെ മൊത്തം പൊടിയാണേ. ഞാനൊരു അവകാശ തർക്കത്തിനും വരുന്നില്ല. പക്ഷേ പാലത്തിന്റെ അടിയില് ജീവിതത്തിനും മരണത്തിനിടയില് എന്റെ കൈകളിൽ കിടക്കുമ്പോ പ്രീതി എന്താ എന്നോട് പറഞ്ഞെന്ന് നിങ്ങൾക്കറിയോ? ആ മോൾ പറയും, ഞാൻ പോയാലും ഈ കുഞ്ഞ് ജനിക്കണം. മോളെ നീ എന്തൊക്കെയാ പറയുന്നത്? അതിനോട് കൊടുത്ത വാക്കെനിക്ക് പാലിക്കണം. അവള് മരിച്ചു പോയ കുഞ്ഞിനെ വേറെ ആർക്കും കൊടുക്കരുതെന്ന് സത്യാമ്മയ്ക്കോ വസുമതിക്കോ ആർക്കും. അവളെ പോലെ എല്ലാവരും പേടിക്കുന്ന ഒരു പ്രീതി കൂടെ ഈ ലോകത്തുണ്ടാവാൻ പാടില്ലെന്ന്. കുഞ്ഞിനെ ഞാൻ തന്നെ വളർത്തണമെന്ന്.
നോക്കിയോ ആർക്കും ശാരദാമ്മ എന്നെ വളർത്തണം. ശാലിനെ പോലെ മിടുക്കിയായിട്ട് അമ്മയെ പോലെ ആരെയും പേടിച്ചവളാവാൻ പാടില്ല. എന്റെ ശാലിനെ പോലെ തന്റെ ഇടത്തോടെ ലോകത്തെ നേരിടുന്ന ഒരു പെണ്ണായി അവളുടെ മകള് വളരണോന്ന് ഇനി പറ, ഈ കുഞ്ഞിനെ എനിക്ക് വിട്ടു തരാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പണി പാടിയല്ലോ. ദേവി, ഇനി മുതൽ ശാലിനി അവളുടെ അമ്മ. അർജു, അയ്യോ ദേവി, വിഷ്ണു, ശാലിനിയെ പോലെയല്ല എൻ്റെ മകൾ വളരേണ്ടത്. ശാലിനിയ എൻ്റെ മകൾ വളർത്തേണ്ടത്. ശാരദാമ്മയുടെ അലിവും കരുണയും എല്ലാം ഹൃദയത്തിൽ നിറച്ചു കൊടുത്ത് വസുമതി അമ്മയുടെ കുടുംബ പാരമ്പര്യം പറഞ്ഞു കൊടുത്ത് സത്യാമ്മയുടെ തണല് വിഷ്ണുകൾക്ക് എന്നെക്കാളും നല്ലൊരു അച്ഛനാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കരുത്തുള്ള ഈ കൈകൾ എന്റെ പ്രീതിയെ പൊതിഞ്ഞു പിടിച്ചതുപോലെ എന്റെ മോളെയും പൊതിഞ്ഞു പിടിക്കുമല്ലോ. എടോ പിള്ളേ, എടോ എന്റെ കൈ തടഞ്ഞിരിക്കുന്നുണ്ടാടോ. എടോ എനിക്കൊന്ന് താഴ്ന്ന് കൈയടിക്കടോ. ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടില്ലേ? ദത്ത് നൽകുന്ന അർജുനല്ലേ? അർജുന്റെയും ദത്തെടുക്കുന്നവരുടെയും പേരെഴുതി ചേർത്ത് ഒപ്പിട്ടാൽ മതി. ഇനി
ശരി, എന്നാ രണ്ടുപേരും പേരെഴുതി ഒപ്പിട്ടോളൂ. ഇട്. കഴിഞ്ഞല്ലോ. എന്നുവെച്ചാ സ്വന്തം അച്ഛനും അമ്മയായ അർജുനെയും പ്രീതിയെയും കാൾ കുഞ്ഞിന്റെ മേലുള്ള അവകാശം ഇനി ഇവർക്കായിരിക്കും. ഒരവകാശ തർക്കം വന്നാലും കോടതി ഇവർക്ക് അനുകൂലമായ വിധിക്കും. അപ്പോ ഞാനും ഞാൻ പറഞ്ഞല്ലോ, മറ്റാരേക്കാളും അവകാശം ഇവരിതൊന്നും അറിയാതെയാണോ കൈയടിച്ചു നിന്നത്? ഇതിന്റെ ഒറിജിനല് ഞാൻ എൻ്റെ കൈവെക്കാം. പകർപ്പെടുത്ത് രണ്ടു കൂട്ടർക്കും തരാം. വിഷ്ണുട്ടാ, പഞ്ചകൈലാസത്തിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞ ബാക്കി CCTV ഫുട്ടേജിന്റെ കാര്യം എന്തായി? അത് കിട്ടാൻ എന്തൊക്കെയോ സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് പറയുന്നത്. കിട്ടിയിട്ടും വലിയ പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ല. രോഹിത്തിന്റെ മിസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് കാര്യമായിട്ട് എന്തെങ്കിലും സൂചന ആ ഫുട്ടേജിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലീസ് വെറുതെ ഇരിക്കായിരുന്നോ? അതും ശരിയാ. മേഘമോ മഞ്ഞോ അങ്ങനെ എന്തെങ്കിലും സുസ്മിത രക്ഷിച്ചിട്ടുണ്ടാവണം. പക്ഷെ അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? രോഹിത്തിന്റെ മിസ്സിംഗും പ്രീതി കോമയിൽ കിടക്കുന്നതൊക്കെ ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പ്രീതി കോമയിൽ നിന്ന് ഉണരുന്നതിന് സുസ്മിത ഇത്രയും ഭയക്കില്ല. പ്രീതിയെ കൊല്ലാൻ ശ്രമിക്കില്ല. പ്രീതി ഇപ്പോഴും കോമയിൽ തന്നെ തുടരാൻ കാരണക്കാരി ആ സുസ്മിതയാ വിഷ്ണുട്ടാ. പുരോഗതിയുടെ എന്തെങ്കിലും ഒരു സൂചന പ്രീതിയിൽ ഉണ്ടാവുമ്പോ സുസ്മിത അത് തല്ലിക്കെടുത്തും. സത്യാമ്മയ്ക്ക് അവളിലുള്ള വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം സുസ്മിതയെ ജയിലിലേക്കല്ലാതെ വേറെ എവിടെയും പറഞ്ഞു വയ്ക്കാനാവില്ല. അതിനാണെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോ ഒരു തെളിവുമില്ല. അതെ, ഈ ഡിസ്കഷൻ സീരിയസ് ആകുമ്പോ വേറെ ആരും കേൾക്കണ്ട അല്ലേ?
ഒന്ന് സൈഡ് വാതിലങ്ങ് അടച്ചേക്കാം. എന്താണ്, പേടിയൊന്നും തോന്നില്ലല്ലോ? ഏയ് കമോൺ, വിഷ്ണുവേട്ടനൊപ്പം തനിച്ചൊരു മുറിയിൽ നിൽക്കാൻ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഈ ജീവിതത്തിലെന്നും നമുക്ക് മാത്രമായിട്ടൊരു ലോകം വേണമെന്ന് കൊതിച്ചിരുന്നവളല്ല ഞാൻ. ആണോ സുസ്മിതേ? ഇപ്പോഴും നിനക്ക് അങ്ങനെ ഒരു കൊതിയുണ്ടോ ഈ കല്യാണം കഴിഞ്ഞിട്ടും? ആ, അല്ല, നീ എങ്ങനെ ഇവിടെ എന്റെ റൂമില്? മാജിക്. നിങ്ങൾ രണ്ടാളും ഡോറ് തുറന്നു വന്നപ്പോ ഞാനൊന്ന് പ്രത്യക്ഷപ്പെട്ടു. സിമ്പിൾ. നിങ്ങൾ എന്തിനാ എന്നെ റൂമിൽ കയറ്റി വാതിലടച്ചിരിക്കുന്നെ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയ്യോ, അത് മോശമായി പോയി. വിഷ്ണുവേട്ടനുള്ളപ്പോ പേടിയില്ലാന്ന് പറഞ്ഞ സുസ്മിത എന്നെ കണ്ടപ്പോ എന്തിനാ പേടിക്കുന്നെ? നമ്മളെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവല്ലേ? ഹ, അതിന് നമുക്ക് സംസാരിക്കണമെങ്കിൽ വാതിൽ എന്തിനാ അടച്ചിട്ടിരിക്കുന്നെ? അത് തുറന്നിട്ടൂടെ? അതല്ല സുസ്മിത, അതിപ്പോ വാതിൽ തുറന്നിട്ടാലും അടച്ചിട്ടാലും ഈ തെറ്റിയാത്തൊരെന്തിനാ ഭയക്കണേ? നിനക്കെന്തത്ര പേടി? എനിക്കെന്ത് പേടി? ദേ, ഇവള് പറയുന്ന കേട്ടിട്ട് വിഷ്ണുവേട്ടൻ എന്നെ കുറ്റപ്പെടുത്താൻ വരല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നാ നിങ്ങളീ പറയുന്നേ? അതൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് ചർച്ച ചെയ്യണം സുസ്മിതെ. അത് സംബന്ധിച്ചൊരു വിചാരണയാ നമ്മുടെ ഈ ഡിസ്കഷൻ. ദേ, നിന്റെ ഡിസ്കഷനും വിചാരണയ്ക്കും ഒന്നും എന്നെ കിട്ടില്ല, പറഞ്ഞേക്കാം. ഓ, അത് ശരി. താഴെ നിന്ന് കേട്ട ഇവളുടെ നിലവിളി കള്ളം. ഞാൻ മുറി തട്ടി വിളിച്ചപ്പോ നിങ്ങൾ വാതിൽ തുറക്കാതിരുന്നതും കള്ളം. നിന്റെ കയ്യിലിരിക്കുന്നത് ഫ്ലവർ വൈസ് അല്ല, സുസ്മിതയുടെ കഴുത്തിലിടാനുള്ള പൂമാലയാണെന്നും ഞാൻ വിശ്വസിച്ചോണം അല്ലേ? ചേടാ, ഞാൻ വെറും പൊട്ടിയാണല്ലോ. ആന്റി, വേണ്ട. വിഷ്ണുവേട്ടനോട് ചോദ്യം പറച്ചിലൊന്നും വേണ്ട. ഞാനാ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ആന്റി എടുക്കുന്ന തീരുമാനങ്ങൾ ന്യായമുള്ളതായതുകൊണ്ട് ഞാൻ പിന്തുണയ്ക്കും. ചെറുപ്പം മുതലേ എന്റെ മനസ്സ് സത്യത്തിന്റെ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നതായിപ്പോയി. അതൊരു കുഴപ്പമാണെന്ന് ഇപ്പോഴാ ആന്റി എനിക്ക് മനസ്സിലായത്. മോളെ, നീ ഒന്ന് ആശ്വസിക്കേ. നമുക്ക് എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാം. രോഹിത്തിന്റെ കാര്യം ഓർത്ത് ഓരോ നിമിഷവും നീറിക്കൊണ്ടിരിക്കുക ആന്റി ഞാൻ. ആ എന്നെ ഇങ്ങനെ തല്ലിക്കൊല്ലാനാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോക്കോളാം ആന്റി. ഇനി ഇവിടെ ജീവിച്ച ഇവരെന്നെ കൊന്നുകളയെന്നുള്ളത് തീർച്ചയാ. അമ്മ മുംബൈയിലായതുകൊണ്ട് പെട്ടെന്ന് പോവാൻ ഒരു ഇടം ഇല്ല എനിക്കിപ്പോ. രോഹിത്തിന്റെ വീട്ടിലാണെങ്കിൽ ആ സ്ത്രീ എന്നെ കേറ്റുവേ ഇല്ല. അതുകൊണ്ട് വല്ല കായലിലേക്കോ കുളത്തിലേക്കോ റെയിൽവേ ട്രാക്കിലേക്കോ പോകുന്നതായിരിക്കും ഈ പറഞ്ഞു വരുന്നേ. എടി, കുറെ ആയാലൂടി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. എടി, പോയി ചാവടി. വിഷ്ണു, കണ്ടില്ലേ ആന്റി വിഷ്ണുവേട്ടന്റെ മനസ്സിലിരിപ്പ്? ഞാനപ്പോ മതി. വിഷ്ണു അല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാനാ, ഈ സത്യഭാമ. ഇവിടെ ആര് നിക്കണം ആര് പോണോന്നൊക്കെ ഇപ്പൊ ഈ ഞാൻ തീരുമാനിക്കും. തൽക്കാലം നിനക്ക് ഇവിടുന്ന് പോകാം. അമ്മ, എടി പോകാൻ. ഇവള് പറയുന്ന കള്ളങ്ങൾ മുഴുവൻ വിശ്വസിച്ചോ? ഒരു കാലത്തും പഠിക്കില്ല എന്റെ അമ്മ.
മോളെ സത്യം അറിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എനിക്കും രാഘവേട്ടനും എല്ലാം. പക്ഷെ അറിയാനുള്ള വഴി ഇതല്ല. ബലപ്രയോഗത്തിലൂടെയോ തല്ലിയോ നിങ്ങൾ അവളെ കൊണ്ട് സത്യം പറയിച്ചാലും സത്യമയ്ക്കോ പോലീസിനോ മുന്നിൽ അവളത് ഏറ്റുപറയണമെന്നില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ അതിനു വേണ്ടത്ര തെളിവുമില്ല. ഹാ, ഇവർക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ ഇനി എനിക്ക് നേരെ നീക്കമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിപൂർവം നീങ്ങണമെന്നാ ഞാൻ പറയുന്നത്. ഇനിയെന്താ? പഞ്ചകൈലാസത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് സുസ്മിതയ്ക്ക് പുറമെ പറയാൻ കഴിയുന്ന 2 പേരേ ഉള്ളൂ. അവരുടെ മൊഴിയെ സത്യാമ്മയും ലോകവും എല്ലാരും വിശ്വസിക്കൂ. രോഹിത്തും പ്രീതിയും. അതിന് രോഹിത്തിനെ കണ്ടു കിട്ടിയില്ലല്ലോ അമ്മ. പ്രീതിയാണെങ്കിൽ കോമയിലും. അങ്ങനെ ചിന്തിക്കുന്നിടത്താ നിങ്ങൾക്ക് തെറ്റു പറ്റുന്നത്. രോഹിത്തിനെ കണ്ടു കിട്ടുന്നത് വരെയോ പ്രീതി കോമയിൽ നിന്ന് ഉണരുന്ന വരെയോ കാക്കാൻ പോവാണോ നിങ്ങള്? വേറെന്താ അമ്മ ഞങ്ങള് ചെയ്യാ? അങ്ങനെ കാത്തിരുന്ന അതിനിടെ അവള് തെളിവുകളെല്ലാം നശിപ്പിക്കും മോളെ. നീ ഭയക്കുന്നത് പോലെ അവള് പ്രീതിയെ വകവരുത്തുകയും ചെയ്യും. രോഹിത് ചിലപ്പോ ഒരിക്കലും മടങ്ങി വന്നില്ല എന്നിരിക്കും. അതിനിടെ അവള് നിന്റെ കഥയും കഴിക്കും. അതോടെ സുസ്മിത ഉദ്ദേശിച്ചതെല്ലാം നടക്കും. ഇവരെങ്ങനെയാ എന്റെ മനസ്സ് വായിച്ചത്? ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അമ്മ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടെങ്കിൽ അത് പറ. പ്രീതിയെ എഴുന്നേൽപ്പിച്ച് നടത്തണം മോളെ. അതേ ഉള്ളൂ പോംവഴി. അതിന് ഞങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അമ്മ? ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ, ശ്രമിക്കണം. ഇവരെന്തായി പറഞ്ഞു വരുന്നത്? കോമയിൽ കിടക്കുന്ന പ്രീതിയില് ആദ്യമായൊരു പുരോഗതി കണ്ടത് എപ്പോഴാന്ന് നീ ഓർക്കുന്നില്ലേ? അത് അബ്ദുൽ ഖാദർ ഡോക്ടർ വന്നപ്പോ. അതെങ്ങനെയാന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കുമോളെ. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ശാസന കേട്ട് മനസ്സ് വല്ലാതെ തളർന്നമ്മ. ഒരു രാത്രി അമ്മയെന്ന് കെട്ടിപ്പിടിച്ച് പഴയ പോലെ ഉറങ്ങാൻ വല്ലാതെ കൊതി തോന്നുക. മോളെ ഞാൻ നിക്കാടി. നിങ്ങളെ ഇനി ഞാൻ വളരാൻ വിടില്ല ശാരദാമ്മേ. ഇനിയും നിങ്ങളെ ചിന്തിക്കാൻ അനുവദിച്ച ഈ പാവം സുസ്മിത ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഞാൻ ജയിലിൽ കിടക്കുന്നതിലും നല്ലത് നിങ്ങൾ കിടക്കുന്നതല്ലേ ശാരദാമ്മേ? ഇതിൽ വായിക്കാനൊന്നുമില്ല സാറേ. മോഷണം, പിടിച്ചു പറയൂ, കൊള്ള, കൊല, ഇതൊക്കെ ഉള്ളൂ. എടോ പിള്ളേ, അതിന്റെ നടുക്കലത്തെ പേജില് നമ്മുടെ പിള്ളേർക്ക് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കിട്ടിയത് നല്ല മത്തങ്ങ വലുപ്പത്തിൽ കിടക്കുന്നത് തന്റെ കണ്ണി കണ്ടില്ലടോ? ഓ, അങ്ങനെ ഉണ്ടല്ലേ? ആ, അങ്ങനെയൊക്കെ ഉണ്ട്. നല്ലത് കാണണമെന്ന് വെച്ചാലേ നല്ലത് കാണാൻ പറ്റും. മോശമാണെങ്കിൽ അങ്ങനെ കാണൂ. ഇതിപ്പോ ന്യൂസിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെ. സൂപ്പർടാ. എന്റെ മോനിപ്പോ തലയ്ക്ക് വെളിവൊക്കെ ഉണ്ട്. അച്ഛ അതിന്റെ ഇടയിൽ കൂടെ വേണ്ട. പോടാ. എന്താ ചിരിക്കുന്നതിന്? ഓ, വലിയ തമാശ കേട്ട പോലെ. രാഘവേട്ടാ, ചായ. ആഹാ, അല്ല ശാരദാമ്മ രാവിലെ തന്നെ എവിടേക്കോ പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് തോന്നല്ലോ. സ്വർണ്ണലക്ഷ്മി പൂജയല്ലേ രാഘവേട്ടാ? കുട്ടികളുടെ കൂടെ അമ്പലത്തിലൊന്ന് പോണം. ഞാനുണ്ടായാലേ പറ്റൂ. പിള്ളച്ചേട്ടാ, ദാ ചായ. അയ്യോ, ശാരദാമ്മ ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. ഓ, ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പിള്ളച്ചേട്ടാ.
അയ്യോ എന്റെ കുറ്റമല്ല കേട്ടോ. ശാരദാമ്മ വന്നാ പിന്നെ അടുക്കളയിൽ എനിക്ക് ഫുൾ റെസ്റ്റാ. ഒരു വക തൊടാൻ സമ്മതിക്കില്ല. അതിന്റെ ഗുണമുണ്ട് ഈ ചായക്ക്. അല്ല, കുട്ടികൾക്ക് സുഖം തന്നെയല്ലേ? ആ ദേവിയുടെ തുണ കൊണ്ട് നന്നായി പോകുന്നു രാഘവേട്ട. ആ, അവരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നാളായി. ഇനി വരുമ്പോ അവരെ കൂടി കൂട്ടി വരണം. വരാം. ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ രാഘവേട്ട. അല്ല, ഭാമയോട് അല്ല, സത്യമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു രാഘവേട്ട, കുട്ടികൾ അവിടെ കാത്തിരിക്കുക. എന്നാ ഞാൻ പോയിട്ട് വരാം. ഓ ഓ. ശാരദാമ്മേ, ഒന്ന് നിന്നേ.